ഒരു ഇതര സമുദായത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടപ്പോൾ അതിൻ്റെ മരണാനന്തര ചടങ്ങ് നടത്തിയതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ആ വാർത്ത സോഷ്യൽ മീഡിയയിൽ വളരെയേറെ വൈറലായി, ഒരുപാട് ന്യൂസ് ചാനലിലൊക്കെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ അത് മുസ്ലിം ലീഗുകാർ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അപ്പം ഒരാൾ മരണപ്പെട്ടു പോയതാണ്, അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങ് ചെയ്തതാണ്. അപ്പോൾ അതിന് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ആരെങ്കിലും അത് വീഡിയോയിൽ പകർത്തിയിട്ടതാണോ? അത് ഒരിക്കലും അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ജനൻ ടി വി അതിനെക്കുറിച്ച് ഒരു വാർത്തയിൽ ജനൻ ടി വി പറയുന്നത് കേൾക്കാം. ഉപ്പളയിലെ നാരായണന്റെ സംസ്കാരത്തിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ഒരു വിഭാഗം മാധ്യമങ്ങൾ. RSS പ്രവർത്തകന്റെ സംസ്കാരം മുസ്ലിം വനിത നടത്തിയെന്നത് ലീഗിന്റെ രാഷ്ട്രീയ കളി. നാരായണന്റെ സംസ്കാര ചെലവ് താങ്ങാൻ കുടുംബത്തിന് കഴിയാത്തതിനാൽ ജനപ്രതിനിധികൾക്ക് വിട്ടു നൽകി. സേവാഭാരതി മംഗൽപാടി സമിതി അധ്യക്ഷൻ രഘു ചെറുകോളിയാണ് നാരായണനായി ചിതയൊരുക്കിയത്. മൃതദേഹത്തെ വെച്ച് രാഷ്ട്രീയ ലാഭമെടുക്കാനുള്ള ലീഗിന്റെ ശ്രമം അപലപനീയമെന്ന് BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ആരോപിച്ചു. ജനൻ ടി വിയിൽ വന്ന വാർത്തയാണ് കേട്ടോ. അപ്പം അവർ പറയുന്നത് രഘു ചെറുകോണി അങ്ങനെ പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹമാണ് അന്ത്യകർമ്മം ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഇപ്പം ലീഗുകാരൊന്നും അല്ല, അവരിനകത്ത് ഇടപെട്ടിട്ടില്ല. അന്ത്യകർമ്മങ്ങളും അതിൻ്റെ ചിലവുകളൊക്കെ ചെയ്തത് സേവാഭാരതിയിൽപ്പെട്ട പ്രവർത്തകരാണ് എന്നാണ് അവർ പറയുന്നത്. നമുക്കിത് സംശയമുള്ളത്, ഈ രഘു എന്ന് പറയുന്ന അദ്ദേഹം മാത്രമേ ഉള്ളൂ ഈ പ്രവർത്തകരായിട്ട്. ന്യൂസൈറ്റിലെ രണ്ട് ഭാര്യമാരും മക്കളും സഹോദരിയും ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായ മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവ് ഹൈന്ദവ ആചാരപ്രകാരം ഏറ്റെടുത്ത അന്ത്യകർമ്മങ്ങൾ നടത്തിയിരുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാൽ ആയിരുന്നു ഇത്തരത്തിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. മീഞ്ച പഞ്ചായത്തിലെ ചിഗ്രുപദവ് സ്വദേശിയായ നാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനാണ് ബന്ധുക്കളൊന്നും എത്താതിരുന്നത്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഉപ്പളയിലെ ഷെയ്ഖ് സായിദ് എന്ന വൃദ്ധമന്ദിരം സ്ഥാപകയും ജില്ലാ പഞ്ചായത്ത് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടിയായ ഇർഫാന രംഗത്ത് എത്തിയത്. നാരായണന്റെ ഇതാണ് രഘു എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് രഘു എന്ന് പറയുന്ന സഹോദരൻ. പക്ഷെ അദ്ദേഹം അല്ലാതെ വേറെ ഒരു പ്രവർത്തകരും ആ ചിതയ്ക്ക് തീ കൊളുത്താനോ അതുമായി ബന്ധപ്പെട്ട സംസ്കരണത്തിനോ ഒന്നും എത്തിയില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടമായിട്ടാണ് തോന്നുന്നത്. ഇന്നലെ സംഭവിച്ച ഒരു പക്ഷേ മാഡം ശ്രദ്ധിച്ചു കാണും, കേരളത്തിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നായത് മാറുകയുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതെ, നമ്മള് ഇത് ഫോർ ദ ഫസ്റ്റ് ടൈം അല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇത് വൈറലായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഷെയ്ഖ് സായിദിന്റെ പ്രസിഡന്റ് നമ്മൾ ഓൾഡ് ഏജ് ഹോം നടത്തുന്നുണ്ട് ഓൾറെഡി. ഒരു 3 വർഷത്തോളമായി നമ്മൾ ഓൾഡ് ഏജ് ഹോം നടത്തിക്കൊണ്ട് പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറെ എൻക്വയറീസ് കാര്യങ്ങൾ വരും. ആരെങ്കിലും ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ വിളിച്ചറിയിക്കും, നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നതാണ് ഇത്തരത്തിലൊരു സംഭവം. അതായത് മീഞ്ച ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഷെരീഫ് ചിറ്റ്നാല മെമ്പർ വിളിച്ചു, ഇങ്ങനെ ഒരു നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഒഴിഞ്ഞ കടമുറിയിൽ അവശനായ നിലയിലുണ്ട്, എനിക്ക് അവർ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന രീതിയിലാണ് നമുക്ക് ഫോൺ കോൾ ആദ്യം വരുന്നത്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് അവരെ ഏറ്റെടുക്കാൻ വേണ്ടി പോയ വ്യക്തികളാണ്. ഒഴിഞ്ഞ കടമുറി ആലോചിച്ച് നോക്കിയാൽ, ഒഴിഞ്ഞ കടമുറിയിൽ അവശനായി കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ മെമ്പർ ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന ആ സഹോദരി അവിടുത്തെ മെമ്പറാണ്. അപ്പോൾ അവരെ വിളിച്ച് ഇൻഫോം ചെയ്യുകയാണ്, ഒഴിഞ്ഞ കടമുറയിൽ അവശനായി കിടക്കുകയാണ്. ആര്? ഈ നാരായണൻ എന്ന് പറയുന്ന സഹോദരൻ. നോക്കണം നിങ്ങൾ, മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തി കഴിഞ്ഞാണ് ഓരോരുത്തർ അഭിപ്രായം പറയുന്നത്, ഞങ്ങളുടെ ആൾക്കാരായിരുന്നു, ഞങ്ങൾ വന്നാണ് അവിടെ എല്ലാം ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളില്ലായിരുന്നു അവിടെ. ഇദ്ദേഹം അവശനായി ആ കടയിൽ അവശനായി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആരും അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഇടപെട്ടില്ലേ? നിങ്ങളാരും അറിഞ്ഞില്ലേ അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളത്? ആ സമയത്താണ് നമുക്ക് പോയിട്ട് കണ്ട സമയത്ത് കണ്ടീഷൻ വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു. അങ്ങനെ നമ്മളെ വോളണ്ടിയേഴ്സിനൊക്കെ വിളിച്ച് അവരെ വേണ്ട രീതിയിൽ കുളിപ്പിച്ചും അവരെ കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ കളക്ടറെ ഇൻഫോം ചെയ്തു. അവർ ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് എങ്കിൽ തന്നെയും നമ്മൾ ആലോചിച്ച് നോക്കണം, അവശനായി കിടന്ന ഒരാളെ വോളണ്ടീഴ്സിനെയൊക്കെ വിളിപ്പിച്ച് വൃത്തിയാക്കി കുളിപ്പിച്ച്, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇത് മനുഷ്യത്വമാണ്. ഇതൊരു ഹ്യൂമാനിറ്റിയിൽ പേരിൽ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്. ഇതാരും വാർത്തയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. കേരളത്തിൽ ഒരുപാട് ട്രസ്റ്റുകളുടെ കീഴിൽ
ലീഗിൻ്റെ ആയിക്കോട്ടെ മതപരമായിട്ടുള്ള വിശ്വാസ സ്ഥാപനങ്ങളുടെ കീഴിലൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ മനുഷ്യത്വപരമായുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. ഇത് നമ്മൾ മതത്തിൻ്റെ പേരിൽ ആരെയും പറഞ്ഞ് ഇകഴ്ത്താനോ കുറയ്ക്കാനോ ചെറുതായി കാണാനോ ഒന്നുമല്ല. പിന്നെ നമ്മൾ കളക്ടറെ ഇൻഫോം ചെയ്തു. കളക്ടർ ത്രൂ നമ്മൾ സൂപ്രണ്ടിനെ ഇൻഫോം ചെയ്തു, മെഡിക്കൽ സൂപ്രണ്ടിനെ ഇൻഫോം ചെയ്തു. അങ്ങനെയാണ് പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവര് കണ്ടീഷൻ വളരെയധികം ക്രിട്ടിക്കൽ ആണ്. മൗത്ത് ക്യാൻസർ ആയിട്ട് ഫൈനൽ സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഇനിയും ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവരെ കണ്ടോ, അദ്ദേഹത്തിന് മൗത്ത് ക്യാൻസർ ആയിരുന്നു, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. ഇതൊക്കെ ആ മേഡം പറയുന്നുണ്ട്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇവരാണ്. അദ്ദേഹം മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വ്യക്തിയെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മം ചെയ്യലല്ല ഇവർ ചെയ്തത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം അവശനായി കടത്തിണ്ണയിൽ കിടന്നപ്പോൾ നോക്കാനും കാണാനും വീട്ടുകാരും കുടുംബക്കാരും മക്കളും അദ്ദേഹം പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ ആരും വരാതിരുന്ന സമയത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ആ കടത്തിണ്ണയിൽ നിന്നും എടുത്തുകൊണ്ട് അവർക്ക് അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ട ചികിത്സ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ആദ്യപടിയായിട്ട് ഇവർ ചെയ്തത്. അത് ആദ്യം മനസ്സിലാക്കുക. മെഡിക്കൽ കോളേജിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നതും നമ്മൾ പറഞ്ഞ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു നോർമൽ കണ്ടീഷനിലേക്ക് എത്തുവാണെങ്കിൽ നമ്മൾ അവരെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അവരുടെ ബന്ധുക്കൾക്കായി ഓടിയതാണ്. ഇനി നിങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 1 month ആയി ഇവരെ അവിടെ ട്രീറ്റ്മെന്റിൽ. അൺഫോർച്ചുനേറ്റ്ലി ഈ ഓരോ തേഴ്സ്ഡേ ആണ് നമുക്ക് അവിടുന്ന് ഫോൺ കോൾ വരുന്നത്, ആ വ്യക്തി ഡെത്തായി എന്ന് പറഞ്ഞിട്ട്. രാഹുൽ ഈശ്വർ ഇതിൽ പറയുന്ന വലിയൊരു പോയിന്റ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അത് പ്രിയപ്പെട്ട ഈ ഹൈന്ദവ വിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ചും ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ മതത്തിൻ്റെ പേരിൽ ആരെയും വേർതിരിക്കാനോ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിച്ച് മനുഷ്യൻ്റെ ഇടയിൽ അകൽച്ച ഉണ്ടാക്കാനല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് സമൂഹത്തിന് നന്മയുണ്ടാകണം, മനുഷ്യന് നന്മയുണ്ടാകണം, എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ രാഹുൽ ഈശ്വർ അദ്ദേഹം പറയുന്നത് വളരെയേറെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട കാര്യമാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണേ അത്. പ്രത്യേകിച്ച് മാഡം ഈ പൊതുരംഗത്തും കൂടെ നിൽക്കുന്നോണ്ടേ ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പം പലപ്പോഴും ഈ ഹിന്ദു സമൂഹത്തിൽ പ്രായമായവരുടെ കാര്യങ്ങൾ, ജീറിയാട്രിക് ഇഷ്യൂ, കുടുംബത്തിലെ ആൾക്കാർക്ക് പോലെ, അപ്പൊ ഇതൊരു സീരിയസ്, ഒരുപക്ഷെ പോളിസി മേക്കേഴ്സ്, ഞാൻ കോൺഗ്രസിന്റെ പല സുഹൃത്തുക്കളോട് സംസാരിച്ചു, ഇതൊരു വളരെ സീരിയസ് ഇഷ്യൂ ആണ്. പല പ്രായമായവർക്കും പലപ്പോഴും കുടുംബത്തിനൊരു സ്ഥിരതയില്ല, സ്റ്റെബിലിറ്റി ഇല്ല, വേണ്ട രീതി മക്കൾ വരെ നോക്കുന്നില്ല, ചില ആൾക്കാർക്ക് മക്കൾ തന്നെ ഇല്ലാത്തൊരു വലിയ ഇഷ്യൂ ആണ്. അതെ അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സ്വാഗതം ചെയ്യപ്പെട്ടതും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതും മാഡം എന്താ പറയണേ, പ്രത്യേകിച്ച് ബാക്കിയൊന്നും നോക്കാതെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകളെ പോലെയോ ബന്ധുവിനെ പോലെയോ സുഹൃത്തിനെ പോലെയോ ഒക്കെ നിന്ന് ആ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അപ്പൊ എന്താ മാഡത്തിനെ തിരിച്ച് ഇപ്പം ഒരുപക്ഷെ മുമ്പ് കണ്ടോ. അപ്പം നമ്മളിത് അദ്ദേഹം പറഞ്ഞ് രാഹുൽ ഈശ്വർ പറഞ്ഞ ആ ഒരു വിഷയം വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതാണ്. പ്രായമായവരെ നോക്കാൻ അവരുടെ മക്കൾ പോലും തയ്യാറാകുന്നില്ല. പ്രിയമുള്ളവരെ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ കേരളത്തിൽ വൃദ്ധസദനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് വൃദ്ധസദനങ്ങളും നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ കുറവാണ്. ഇനി വെറുതെ പറയുന്നതല്ല, എല്ലാ റിപ്പോർട്ടും നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ കുറവാണ്. എത്രയോ ആളുകൾ വളരെയേറെ പ്രായം ചെന്നവർ, നോക്കാൻ ആളില്ലാതെ, ചികിത്സിക്കാൻ ആളില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്തവർ, അവരുടെ അസുഖത്തിന് വേണ്ട മരുന്ന് കൊടുക്കാൻ ആളില്ലാതെ എത്രയോ ആളുകളാണ്. നമ്മൾ പൊതുസമൂഹത്തിന് നന്മയുണ്ടാകുന്നൊരു പ്രവൃത്തി അത് ആര് ചെയ്താലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ മതത്തിൻ്റെ പേരിൽ ഇപ്പം ഈ നാരായണൻ എന്ന് പറയുന്ന സഹോദരന് അദ്ദേഹം റോഡിൽ അവശനായി കിടന്ന സമയത്ത്
അദ്ദേഹത്തെ വൃത്തിയായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി അദ്ദേഹത്തിന് അസുഖമാണെന്നറിഞ്ഞപ്പോൾ വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് മുസ്ലിം ലീഗുകാരാണ്, അല്ലെങ്കിൽ ലീഗിൻ്റെ പ്രവർത്തകരാണ്. അവർ മരണപ്പെട്ടതിന് ശേഷവും അതിൻ്റെ ബന്ധുക്കളെ വിളിച്ചറിയിക്കുന്നുണ്ട്, വീട്ടുകാരെ വിളിച്ചറിയിക്കുന്നുണ്ട്, നിങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അവസാനം വീട്ടുകാരെ ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇവർ ആ കർമ്മങ്ങൾ ഏറ്റെടുത്ത് ചെയ്തത്. എന്നിട്ടും അവർ മര്യാദ കാണിച്ചു. അതാണ് ഒരു മര്യാദ എന്ന് പറയുന്നത്. ഇതര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനാണല്ലോ, ആ സഹോദരൻ്റെ അന്ത്യകർമ്മം ചെയ്യാൻ ആ സമുദായത്തിൽപ്പെട്ട ഒരാൾ തന്നെ വേണമല്ലോ. അതിനാണ് പ്രധാനമായും പിന്നെ രഘു എന്ന് പറയുന്ന ആ സഹോദരൻ അവിടെ വന്ന് അതെല്ലാം ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് ആളുകൾ പറയുന്നു ഞങ്ങളുടെ പ്രവർത്തകരാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ വീഡിയോയിലെങ്ങും മറ്റാ രഘു എന്ന് പറയുന്നൊരു സഹോദരനല്ലാതെ മറ്റൊരാളെയും ആ വീഡിയോയിലെങ്ങും കാണാനില്ല. അപ്പം നമ്മളത് മനസ്സിലാക്കുക, നന്മ ആര് ചെയ്താലും, മനുഷ്യന് നന്മയുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ദൈവം ഇത് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നവരെയും കൂടെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണത മാറ്റിവെക്കുക. നമുക്ക് വേണ്ടത് മനുഷ്യന് നന്മ ചെയ്യുന്ന ആളുകളാണ്. മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്നവരല്ല ഈ സമൂഹത്തിന് ആവശ്യം. ഈ സമൂഹത്തിന് ആവശ്യം മനുഷ്യന് നന്മ ചെയ്യുന്നവരെയാണ്, മാനുഷിക പരിഗണന ചെയ്യുന്നവരെയാണ്. എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട്, അവരുടെ മൂല്യങ്ങളുണ്ട്. അതൊക്കെ കാത്തു സൂക്ഷിച്ച് മനുഷ്യന് നന്മ ചെയ്ത് സമൂഹത്തിന് നന്മ ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യം. വിയോജിപ്പാണെങ്കിലും യോജിപ്പാണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.